ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. പരിശുദ്ധനെ കരുണാനിധിയെ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനെ. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിനും പരിപാലകനെ. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ, സകലത്തിനും പരിപാലകനെ. സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. സകലരിലും പരമോന്നതനെ, സർവശക്തനും സർവജ്ഞാനിയും നീ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻകൃപയെ
പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഞാനൊരു വലിയ വേല ചെയ്തു വരുന്നു, എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിവില്ല. ഞാൻ വേല വിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ അതിന് മിനക്കേട് വരുത്തുന്നത് എന്തിന്? ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മിലുള്ള ഉത്തരവാദിത്വത്തിന്റെ വലിപ്പം തിരിച്ചറിയണം എന്നൊരു വിഷയമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ, സുവിശേഷത്തിന്റെ ശബ്ദം കേട്ട് കർത്താവിന്റെ കൽപ്പനയും പ്രമാണങ്ങളും അനുസരിക്കുന്ന ഓരോ വ്യക്തിയും ഒരു ക്രിസ്തീയ വിശ്വാസി എന്നതിലുപരി ക്രിസ്തുവിന്റെ ശിഷ്യരായി തീരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ശിഷ്യൻ ഉത്തരവാദിത്വമുള്ള ഒരു ശുശ്രൂഷകനായിരിക്കണം. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി സുവിശേഷ വേലയുടെ പങ്കാളി എന്ന നിലയിൽ ദൈവസഭയുടെ കെട്ടുപണിയോടുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസി ചെയ്യുന്നത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അത് കർത്താവിന് ചെയ്യുന്ന ശുശ്രൂഷയാണ്. ആത്മഭാരത്താൽ, ആത്മദാഹത്താൽ നാം ദൈവരാജ്യത്തിൽ ചെയ്യുന്നതെന്തും കർത്താവിന് ചെയ്യുന്നതാണ്. അപ്രകാരം നാം ചെയ്യുന്നത് കർത്തൃ ശുശ്രൂഷയുടെ ഭാഗമാണ്. അങ്ങനെ ചെയ്യുന്നവരെല്ലാം ശുശ്രൂഷകരാണ്. കർത്താവിന്റെ ശുശ്രൂഷകന്മാർക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. തങ്ങൾ ചെയ്യുന്നത് എന്തിനെക്കുറിച്ചാണ് ബോധ്യം ഉണ്ടായിരിക്കേണ്ടത്? തങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്കല്ല, കർത്താവിനുള്ളതാണ്, കർത്താവിന് വേണ്ടിയാണ്, സഭയുടെ കെട്ടുപണിക്ക് വേണ്ടിയാണ്. ഞാനതിൽ ഒരലംഭാവം കാട്ടാൻ പാടില്ല, ഞാൻ ഉദാസീനനാകാൻ പാടില്ല. എൻ്റെ ശുശ്രൂഷ പ്രാധാന്യം കുറഞ്ഞതാണെങ്കിലും പ്രാധാന്യം കൂടിയതാണെങ്കിലും അത് ചെറുതാണെങ്കിലും വലിയതാണെങ്കിലും അത് സ്വർഗത്തിന് ലാഭമാകണം. ഇത് എന്നെ കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. ഈ ബോധ്യം ഒരു ദൈവ പൈതലിന്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ബോധ്യത്തിൽ നിലനിൽക്കുന്നവൻ പരാജയപ്പെടില്ല. അവനെ തകർത്തു കളയാൻ ഒരു ശത്രുവിനും ആവില്ല. പ്രിയൻ, ഇവിടെ നെഹമ്യാവെന്ന ദൈവമനുഷ്യൻ താൻ ചെയ്യുന്ന വേലയ്ക്ക് ചിലർ തടസ്സം സൃഷ്ടിക്കുവാൻ വാദമുഖങ്ങളുമായി വന്ന് തൻ്റെ വേലസ്ഥലത്തു നിന്നും തന്നെ ദൂരെ മാറി ഒരിടത്തേക്ക് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ താൻ പറയുന്ന ഒരു മറുപടിയാണ്, എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ കഴിവില്ല, ഞാനൊരു വലിയ വേല ചെയ്തു വരികയാണ്, ഞാൻ ചെയ്തു വരുന്ന ദൈവം എന്നെ ഏൽപ്പിച്ച ഈ വേല, ഈ ഉത്തരവാദിത്വം, ഈ ശുശ്രൂഷ ഞാൻ വിട്ടിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് മിനക്കേട് വരുത്തുകയാണ്. അതെന്തിനാണ് ഞാൻ ചെയ്യുന്നത്? അത് ഞാൻ ചെയ്യുകയില്ല. നോക്കൂ പ്രിയരെ, താൻ പറയുന്നത് ഞാൻ വലിയ ഒരു വേല ചെയ്തു വരികയാണ്. തനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ആ വേല ചെയ്തു വരവേ ആ വേല വിട്ടിട്ട് തങ്ങളുമായി ചർച്ചയ്ക്ക് വരുവാൻ, തങ്ങളുമായി ഒരു സന്ധിയിൽ ഏർപ്പെടാൻ വേണ്ടി ക്ഷണിക്കുന്നു, വിളിക്കുന്നു, പ്രേരിപ്പിക്കുന്നു, പ്രലോഭിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ താൻ ഏറ്റിരിക്കുന്ന ഉത്തരവാദിത്വം എന്ത്, തന്നുമുള്ള നിയമനം എന്ത്, തന്നുമുള്ള നിയോഗം എന്ത്, താൻ ചെയ്ത ശുശ്രൂഷ എന്ത്, തൻ്റെ ഉത്തരവാദിത്വം എന്ത് എന്ന വ്യക്തമായി ബോധ്യമുണ്ടായിരുന്ന, മനസ്സിലാക്കിയിരുന്ന ദൈവഭൃത്യൻ താൻ ചെയ്തത് വലിയതായിരുന്നാലും ചെറുതായിരുന്നാലും അത് കർത്താവിന് വേണ്ടിയാണ്. അതുകൊണ്ട് അത് വലിയ ശുശ്രൂഷയാണ്, വലിയ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ വിട്ടുമാറി വരികയില്ല എന്ന് തനിക്ക് പറയാൻ കഴിഞ്ഞത്, പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്, തീരുമാനം പറയാൻ കഴിഞ്ഞത് തന്നെ വേല ദൈവമാണ് ഏൽപ്പിച്ചത്, തൻ്റെ മേൽ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ബോധ്യം തനിക്കുണ്ടായിരുന്നത് കൊണ്ടാണ്. കൂടപ്പിറപ്പുകളെ, നെഹമ്യാവോട് പറഞ്ഞത് കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് ഞാൻ ചെയ്യുന്നത്, അതിന് തടസ്സമുണ്ടാകാൻ പാടില്ല. അതിന് തടസ്സമുണ്ടായാൽ എന്നോട് കൂടെയുള്ളവരും ഞാൻ ചെയ്തു വന്നത് അനുഭവിച്ചു കൊണ്ടിരുന്നവരും എൻ്റെ ശുശ്രൂഷയ്ക്ക് സഹായം ചെയ്യുന്നവരും ഒക്കെ മിനക്കേടുള്ളവരായി മിനക്കെട്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് ഞാൻ വരികയില്ല. എൻ്റെ വേലയ്ക്ക് തടസ്സമുണ്ടാക്കാൻ പറ്റില്ല. എൻ്റെ ശ്രദ്ധ മറ്റൊന്നിലും ആക്കി തീർക്കാൻ പാടില്ല. എൻ്റെ വേലയ്ക്ക് മുടക്കം വരുവാൻ പാടില്ല എന്ന നിർബന്ധം, എന്നൊരാഗ്രഹം നെഹമ്യാവിനുണ്ടായിരുന്നു. അവരിപ്പോൾ ശ്രമിക്കുന്നത്, നെഹമ്യാവ് പറയുന്നു, അവരിപ്പോൾ ശ്രമിക്കുന്നത് എൻ്റെ വേല മുടക്കുവാനാണ്. എൻ്റെ ശ്രദ്ധയും എൻ്റെ സാന്നിധ്യവും എൻ്റെ വേലസ്ഥലത്ത് നിന്ന് അപഹരിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. ഞാനതിന് അനുവദിച്ചുകൂടാ.
പ്രിയരെ, ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചത് എന്ന ബോധ്യത്തോടെയാവണം ദൈവസഭയോടുള്ള ബന്ധത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ. അത് ചെറിയ പ്രവൃത്തിയാകാം, വലിയ അധ്വാനം വേണ്ടതുമാകാം, ഏറിയ സമയം ചെലവഴിക്കേണ്ടതാകാം, അല്പസമയത്തെ കാര്യമേ ചിലപ്പോൾ ആവശ്യമായി വരുന്നുണ്ടായിരിക്കാം. എന്നാൽ അതിൽ നിന്നും, ആ ഉത്തരവാദിത്വത്തിൽ നിന്നും നമ്മെ അകറ്റുവാൻ ബാഹ്യശക്തികൾ, വ്യക്തികൾ ഒക്കെ പ്രേരിപ്പിക്കുമ്പോൾ അവരുടെ പ്രേരണകളും പ്രലോഭനങ്ങളും ഒക്കെ നമുക്ക് നേരെ കടന്നു വന്നേക്കാം. എന്നാൽ വിവേചിച്ചറിഞ്ഞ് മറുപടി പറയുവാൻ നമുക്ക് കഴിയണം. നമ്മോട് അടുത്തുകൂടാൻ പാടില്ലാത്തവരും നാം ഇടപെടേണ്ടാത്ത വിഷയങ്ങളും നമ്മിൽ നിന്ന് നാം അകറ്റി നിർത്തിയെങ്കിലേ മതിയാകുകയുള്ളൂ. നാം ചെയ്യുന്നത് ദൈവസഭയുടെ ഉത്തരവാദിത്തങ്ങളാണ്. നാം ചെയ്യുന്നത് ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടിയാണ്. നമ്മെ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് സർവശക്തനായ ദൈവം തന്നെയാണ്. ഒരു സംഘടനയുടെയോ ഒരു വ്യക്തിയുടെയോ കാര്യമല്ല നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിത സന്ധാരണത്തിനോ നമ്മുടെ കാര്യസാധ്യത്തിനോ വേണ്ടിയല്ല പ്രിയരെ നമ്മുടെ ശുശ്രൂഷ. എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചല്ല നമ്മുടെ ശുശ്രൂഷ. എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചാകരുത് നമ്മുടെ ശുശ്രൂഷ. ഞാൻ പ്രവർത്തിച്ചാൽ എന്തെങ്കിലും വാഗ്ദത്തം നിറവേറ്റപ്പെടും എന്ന താല്പര്യവും ആകരുത് നമ്മുടെ ശുശ്രൂഷയുടെ മുന്നിൽ. നമ്മുടെ സ്വർഗീയ യജമാനന്റെ അതിവിശുദ്ധവും വിശാലവുമായ ആ പണിയുടെ ഒരു ഭാഗമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നാം അതാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയരെ, നാം ഓരോരുത്തരും അതിവിശാലമായ ദൈവവേലയിലെ പണിക്കാരാണ്. ആ വലിയ വേലയിലെ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗം നാം ഓരോരുത്തരും മുടക്കം വരുത്താതെ അത് ശരിയായ നിലയിൽ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നവരായിത്തീരാം. നാം അത് ശരിയായ വിധത്തിൽ ചെയ്യുന്നില്ലെങ്കിൽ അത് മുഴുവൻ പണിയെയും സാരമായി ബാധിക്കും എന്നും തിരിച്ചറിയുക. പണി തുടങ്ങുമ്പോൾ, പണി ഏൽപ്പിക്കപ്പെടുമ്പോൾ പ്രിയരെ, നാം കാണിക്കുന്ന ഉത്സാഹവും ഉന്മേഷവും മാത്രം പോരാ, അത് അന്ത്യം വരെ, ആ പണി തീരുന്നത് വരെ തുടരുവാൻ ഇടയായിത്തീരും. നമ്മുടെ വേലയെക്കുറിച്ച് മാത്രമുള്ള ചിന്തകളും ഭാരവും മാത്രം പോരാ, നമ്മോടൊപ്പം പണിയുന്നവരുടെയും നമ്മോടൊപ്പം നിൽക്കുന്നവരുടെയും നമുക്ക് ശേഷം വരുന്നവരുടെയും കാര്യങ്ങൾ, അവരെക്കുറിച്ചുള്ള ഒരു ഭാരവും ചിന്തകളും നമുക്ക് ആവശ്യമാണ്. ഇത് നെഹമ്യാവിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന്, ഈ ശുശ്രൂഷയിൽ നിന്ന്, നെഹമ്യാവിൻ്റെ പ്രസ്താവ്യത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന സത്യമാണ്. കൂടപ്പിറപ്പുകളെ, നമ്മെ മനുഷ്യരല്ല വേലയ്ക്ക് വിളിച്ചത്, ദൈവമാണ് എന്ന ഉത്തമ ബോധ്യമുള്ളവരായിത്തീരുക. ഞാൻ ഏറ്റതല്ല, ദൈവം എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് തിരിച്ചറിയുക. വിളിച്ചവനോട്, ഏൽപ്പിച്ചവനോട് കൂറു പുലർത്തുക, വിശ്വസ്തരായിരിക്കുക, ശത്രുവിന് അവസരം കൊടുക്കാതിരിക്കുക. ഇത് ദൈവം നമ്മിൽ നിന്ന് കാണുവാൻ, കേൾക്കുവാൻ, അറിയുവാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം ഞങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, ദൈവകൃപയാൽ നിറയ്ക്കണമേ. കേൾക്കപ്പെട്ട വചനത്തിന്റെ ഉപദേശം പോലെ, വചനത്തിന്റെ സത്യം അതുപോലെ ഏറ്റെടുത്ത് അനുസരിച്ച് വിശ്വസ്തരായി തന്നെ നിലകൊള്ളുവാൻ എല്ലാവരെയും സഹായിക്കണം. ദൈവകൃപയാൽ പൊതിഞ്ഞാട്ട് മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരി, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.